അമേരിക്കയിലെ സുന്ദരമായ വടക്കൻ സംസ്ഥാനം കാലിഫോർണിയ. Welcome to Los Angeles, California, the heart of the Golden State where dreams come alive. From the bustling streets of downtown to the scenic views of Malibu, experience the magic of Los Angeles. പക്ഷേ ഇന്ന് കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ കാട്ടുതീ പടർന്ന് ഒരു നഗരം മുഴുവൻ കത്തിയമരുകയാണ്. ഏക്കറോളം സ്ഥലം തീ പടർന്നു കഴിഞ്ഞു കേട്ടോ. 10,000-കണക്കിന് ബിൽഡിങ്ങുകളാണ് കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നത്. 10 ആളുടെ മരണസംഖ്യയാണ് പുറത്തു വന്നിട്ടുള്ളൂ. അത് ശരിയായിട്ടുള്ളൊരു കണക്കാണോന്നൊന്നും നമുക്കറിയില്ല. അമേരിക്ക എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്നൊരു രാഷ്ട്രമാണല്ലോ. സമ്പന്നത കൊണ്ടും ആയുധബലം കൊണ്ടൊക്കെ മറ്റ് രാജ്യങ്ങളിൽ മേൽക്കോയ്മേൽ നല്ല ആഠ്യത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യമാണ് ഇങ്ങനെ ഒരു കാട്ടുതീയിൽ പെട്ട് വളരെ ഒരു ഭീഷണഘട്ടത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു ഭീതിയും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. രണ്ടാടുകളെ തമ്മിലിടിപ്പിച്ച് നടുവിലിരുന്ന് ബ്ലഡ് ഊറ്റി കുടിക്കുന്ന ചെന്നൈയെ പോലെയാണ് അമേരിക്ക എന്ന് പറയും. തന്ത്രങ്ങൾ മെനഞ്ഞ് രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിച്ച് യുദ്ധത്തിന് കോപ്പുകൂട്ടി അവിടേക്ക് ആയുധബലവും അവിടെ യുദ്ധം കൊഴുപ്പ് കൂട്ടാൻ പണവും വാരി എറിഞ്ഞ് മേൽക്കോയ്മ സൃഷ്ടിച്ച് നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ഈ കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. ആ രാജ്യത്തിൻ്റെ ഒരു കുതന്ത്രങ്ങളിൽ പെട്ട് പല രാഷ്ട്രങ്ങളും ഇന്ന് തകർന്നടിഞ്ഞിട്ടുണ്ട്. അതിലിന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ഗാസ. ഇസ്രയേലും ഗാസയും ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് അമേരിക്കൻ്റെ ഏകദേശം $8 ബില്യൺ സഹായമാണ് അന്ന് ഇസ്രയേലിന് നൽകിയത്. അന്ന് ഗാസ കത്തി അമർന്ന് ചെറിയ കുട്ടികളൊക്കെ മരിച്ചു വീഴുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഒന്നും ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ വേദനയിൽ ഇന്ന് പലരും സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് വന്നിട്ട് വീഡിയോ അമേരിക്കയ്ക്കെതിരെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ സമയത്ത് കാണുമ്പോൾ നമുക്കൊരു വിഷമാണെങ്കിലും ആ സമയത്ത് ചിലപ്പോൾ അവർക്ക് ഉള്ളിൽ കൊണ്ട ഒരു മുള്ളാണ് ഈ സംഭവമൊക്കെ. ഇന്ന് അമേരിക്കയിൽ ഇങ്ങനെയുള്ള വലിയ സംഭവവികാസം നടക്കുമ്പോൾ തന്നെ മറ്റൊരു വിഭാഗം കൂടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ഏലിയൻസ്. ഇന്ന് കുറേ വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. പറക്കും തഴികൾ വരുന്നു, ഏലിയൻസ് അറ്റാക്ക് ചെയ്യുന്നൊക്കെ ആയിട്ടുള്ള, അമേരിക്കയിൽ ഏലിയൻസ് തീ പടർത്തും എന്നുള്ള രീതിയിലൊക്കെയുള്ള കുറേ വീഡിയോസ്. ഇതിന് വേറൊരു കാരണമുണ്ട്. നമുക്ക് അമേരിക്കയിലെ വളരെ നിഗൂഢമായൊരു സ്ഥലമുണ്ട്, എല്ലാവർക്കും അറിയുന്നതാവാം, എന്നാലും കുറച്ച് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവില്ല. ഏരിയ 51. ഏരിയ 51 രണ്ട് വിധത്തിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇത് 1939-45 കാലഘട്ടത്തിൽ, അതായത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഈ വ്യോമസേനയ്ക്ക് ആയുധ നിർമ്മാണം അല്ലെങ്കിൽ ആയുധങ്ങൾ സൂക്ഷിക്കാനൊരു സ്ഥലമായിട്ടാണ് ഈ ഏരിയ 51 രൂപാന്തരപ്പെട്ടെന്നുള്ളതാണ് ഒരു വശം. ഇതിൻ്റെ രണ്ടാം വശം പറയുന്നത് അവിടേക്ക് തകർന്നു വീണ ഒരു പറക്കം തളിക, അവിടെ നിന്നും ഏലിയൻസുമായി തുടങ്ങിയ ഒരു ബന്ധം, അതിൻ്റെ ഒരു രഹസ്യ കേന്ദ്രമാണ് ഈ ഏരിയ 51 എന്നുള്ളത് അറിയപ്പെടുന്നത്. ഏരിയ 51 ജോലി ചെയ്തിരുന്ന റോബർട്ട് ലാസർ എന്നുള്ളൊരു വ്യക്തിയാണ് കേട്ടോ ഈ ഒരു സംഭവം പുറത്തേക്ക് കൊണ്ടുവന്നത്. അന്ന് ലോസ് ഏഞ്ചൽസിലെ ന്യൂസ് സെൻറ്ററിൽ നൽകിയ ഒരു അഭിമുഖത്തിലെ ഇദ്ദേഹം പറയണ്ടേ അവിടെ നടക്കുന്നത് ഈ ഏലിയൻസിനെ കുറിച്ചുള്ളൊരു ഗവേഷണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ശക്തിക്ക് സമാനമായിട്ടുള്ള സാങ്കേതിക വിദ്യകളാണ് അമേരിക്ക പിന്നീട് രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയൊരു വിവാദമായി മാറി. വിവാദമല്ല, ആ ഏരിയനെ കുറിച്ചിട്ട് അത്രയും ഭയങ്കര ഒരു ന്യൂസായി മാറി. പിന്നെ അവിടേക്കുള്ള പ്രത്യേകത, അവിടേക്ക് സഞ്ചാരികൾ ആരെയും കടത്തിവിടില്ല. എൻ്റെ ഒരു അറിവിൽ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റോ അത്ര തന്നെ ഉന്നതി നിൽക്കുന്ന ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അവിടേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ നിഗൂഢതകൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. ആളുകൾ എന്തും പറഞ്ഞോട്ടെ, ഇനി ഗാസയിൽ സംഭവിച്ചതിന് ദൈവം കൊടുത്ത മറുപടിയാണെന്നോ അല്ലെങ്കിൽ ഏലിയൻസിൻ്റെ അറ്റാക്കാണെന്നോ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ ഞാനൊന്നാണ് ചിന്തിക്കുന്നത്, ഇത്രയും വലിയ പവറുള്ളൊരു രാജ്യത്തിന്, ഇത്രയും സമ്പന്നമായൊരു രാഷ്ട്രത്തിന് ഒരു പ്രകൃതി ദുരന്തങ്ങളെ തടഞ്ഞു നിർത്താനുള്ള ശക്തി കിട്ടുന്നില്ലേ? ഇത് അമേരിക്കയുടെ വലിയൊരു വീഴ്ചയല്ലേ? നാളെ ഇത്തരം അവസരങ്ങൾ ഇങ്ങനെ പടരാനുള്ള സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ
മറ്റ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്ക നേരെ യുദ്ധം നടത്താനുള്ള ഏറ്റവും വലിയൊരു ആയുധം ഇതായി മാറാൻ സാധ്യതയില്ലേ? പണത്തിനും പവറിനും മുകളിലാണ് പ്രകൃതി. പ്രകൃതി എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുകളിൽ ഒരു തീയായും കാറ്റായും കൊടുങ്കാറ്റായി പടരാൻ പ്രകൃതി കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ എപ്പോഴും അതിനൊരു തിരിച്ചൊരു ഫലം എപ്പോഴായാലും നമുക്ക് കിട്ടും. അത് രാജ്യമായാലും മനുഷ്യനായാലും